ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. നമ്മുടെ കടല വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾ പല ടൈപ്പിലുള്ള സാൻഡ്വിച്ചസ് ഇതിനു മുമ്പ് തയ്യാറാക്കി കാണും. പക്ഷേ ചിക്പി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കുക. നമ്മുടെ ചില സ്ഥലങ്ങളിൽ വെള്ളക്കടല, അതുപോലെ കാബൂളി കടല എന്നൊക്കെ പറയുന്ന ചിക്പിയില്ലേ, അത് വെച്ചിട്ടാണ് ഞാനിന്ന് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ പോകുന്നത്. ചിക്പി എന്ന് വെച്ചിട്ട് നിങ്ങൾ സാൻഡ്വിച്ചോ എന്ന് വെച്ചാൽ മുഖം ചുളിക്കൊന്നും വേണ്ട. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ. അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചിക്പിയാണ്. അത് നമ്മൾ മിനിമം ഒരു 5 hours എങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അല്ലെങ്കിൽ ഓവർനൈറ്റ് ആയിട്ട് കുതിരാൻ വെച്ചാലും മതി. ഞാൻ 1 കപ്പ് ചിക്പി എടുത്ത് നന്നായി വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 5 hours ആണ് ഇത് കുതിരാൻ വെച്ചിട്ടുള്ളത്. 5 ഹവേഴ്സിന് ശേഷം നമ്മുടെ ചിക്പിയൊക്കെ നന്നായി വീർത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലോട്ടേക്ക് മാറ്റാം. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം കുക്കറിലോട്ടേക്ക് മാറ്റി അതിലാവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ മൂടി വെച്ച് നമുക്ക് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ കറിക്ക് യൂസ് ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങ് വേവിച്ച് കളയരുത്. ഇത് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം മിനിമം ഒരു 2 വിസിൽ അത്ര മാത്രമേ വേവാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ കടല പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കടല പാകത്തിന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. ഈ വെന്ത് വന്നിട്ടുള്ള കടല നമുക്കൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കാം. നമ്മുടെ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടല സ്മാഷ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം ഇത് അത്ര വേവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത്തിരി പ്രയാസപ്പെട്ടുമാണ് ഇത് സ്മാഷ് ചെയ്തെടുക്കാൻ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇത് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ എടുത്തിട്ടുള്ള കടലയിലോട്ടേക്ക് 1/2 കപ്പ് യെല്ലോ ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ റെഡ് ക്യാപ്സിക്കം അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 കപ്പ് ഒണിയനാണ്. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ 1/4 കപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മയോണൈസ് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില കുനായി അരിഞ്ഞത് അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണ് അത് ചേർക്കുന്നുണ്ട്. ഒറിഗാനോ 1 ടീസ്പൂണ്, അതുപോലെ സോൾട്ട് 1 ടീസ്പൂൺ. ഇത്രയുമാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായി മിക്സ് ചെയ്ത് എല്ലാം നല്ല കമ്പൈനായി വന്നിട്ടുണ്ട്. ഇനി 2 സ്ലൈസ് ബ്രെഡ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഞാൻ വൈറ്റ് ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ വൈറ്റ് ബ്രെഡിലോട്ടേക്ക് നമ്മുടെ ഈ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് വേറൊരു വൈറ്റ് ബ്രെഡ് കൊണ്ട് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ബ്രെഡ് ആവശ്യമുണ്ടോ അത്രയും ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഞാൻ അടുപ്പിലേക്ക് ഒരു ഗ്രിൽ പാൻ വെച്ചിട്ടുണ്ട്. ഗ്രിൽ പാനിലാകുമ്പം അതിൻ്റെ ലൈൻസ് വന്നത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രിൽ പാൻ യൂസ് ചെയ്യുന്നത്. ഗ്രിൽ പാൻ വെച്ച് അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ഗ്രിൽ പാനിലോട്ടേക്ക് മാറ്റാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് മൊരിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി സ്മെല്ലാണ്. ആരും പറയില്ല കേട്ടോ ഇത് കടല വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ആണെന്നുള്ളത്. ഞാനിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ എന്തായാലും നിങ്ങളെ വീട്ടിലൊക്കെ എന്തായാലും കടല കാണുമല്ലോ. വെള്ളക്കടല വെച്ച് ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.